നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു നല്ല വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 3 പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി തരാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാനോ മാത്രം പരന്ന വായനയൊക്കെ ഉള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. പക്ഷെ ചില സമയത്ത് നമുക്ക് ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഈ വീഡിയോ ആർക്കെങ്കിലും വായന റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏത് പുസ്തകമാണ് വായിക്കേണ്ടതെന്ന് അറിയാത്തൊരു സന്ദർഭത്തിൽ ഇതിലേതെങ്കിലും ഒരു പുസ്തകം ചൂസ് ചെയ്യാനോ ഈ വീഡിയോ ഒരു കാരണമാവുകയാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാണ്ട് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ പുസ്തകത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പം ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ബറീഡ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ജോസഫ് അന്നംകുട്ടി ജോസിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. റേഡിയോ ജോക്കി, എഴുത്തുകാരൻ എന്നുള്ള നിലയിലൊക്കെ പ്രശസ്തനാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ടാഗ് ലൈൻ പറയുന്നുണ്ട് വൺ ലൈഫ് മെനി സ്റ്റോറീസ്. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റോറീസിൻ്റെ ഒരു കൂടിച്ചേർന്നിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ ചുറ്റുപാടിലും സംഭവിച്ച ചില സ്റ്റോറീസ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിയിലത്തെ ഒരു സന്ദർഭമെങ്കിലും നമ്മളൊക്കെ അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു മസ്റ്റ് റീഡാണെന്ന് തന്നെ പറയാം. ഇംഗ്ലീഷ് പുസ്തകമാണ്. പക്ഷേ ഇംഗ്ലീഷ് പുസ്തകം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത കടുകട്ടി ഇംഗ്ലീഷിലാണെന്നൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ പുസ്തകം, ബറീഡ് തോട്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പുസ്തകം എനിക്കറിയാം ഈ പുസ്തകത്തിന് യാതൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ബെന്യാമിൻ്റെ ആടുജീവിതം. ഞാൻ കുറച്ച് വായിക്കാൻ ഈ പുസ്തകം വൈകി കേട്ടോ. അപ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് മരുഭൂമിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളതാണ്. അപ്പോൾ മരുഭൂമിയിൽ ഇത്രയും ജൈവ വൈവിധ്യം ഉണ്ടോ, ഇത്രയും സംഭവങ്ങളുണ്ടോ എന്ന് നമുക്ക് ഇമാജിൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയാറുള്ളത്. അത് സത്യം തന്നെയാണ് കേട്ടോ. ഒരുപാട് മരുഭൂമിയെ പറ്റിയിട്ട് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് നജീബ് എന്നാണ് ഈ പുസ്തകത്തിലെ കഥാപാത്രത്തിൻ്റെ പേര്. നജീബിനെ എഴുത്തുകാരൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് കയറ്റിവിടുന്നത്. പിന്നെ നജീബ് നിങ്ങളെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാലം കുറെ പിടിക്കും, അല്ലെങ്കിൽ പോവില്ല എന്ന് തന്നെ പറയാം. ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ കുളത്തിലൊക്കെ കുളിച്ചിട്ടുള്ള ആളാണ്, ഞാൻ എത്ര വെള്ളം വേസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പം ഞാനൊരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഇത്. അപ്പോൾ ജീവിതത്തിൽ പിന്നെ എപ്പോഴെങ്കിലും വെള്ളം വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ സന്ദർഭങ്ങളൊക്കെ മനസ്സിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ സത്യം. ഇതൊരു മസ്റ്റ് റീഡാണ് എന്ന് തന്നെ പറയും. അത്രയും ആഴത്തിലാണ് ഈ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം നജീബ് നിങ്ങളിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിന് ഒരു നിർവചനം ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അത്രയും നല്ലൊരു പുസ്തകമാണ്. സോ ഇതും ഒരു മസ്റ്റ് റീഡാണ് എന്ന് പറയാം. മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് സീക്രട്ട് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അല്ലെങ്കിൽ രഹസ്യം. ഞാനത് മലയാളം വേർഷനാണ് കേട്ടോ. അപ്പോൾ രഹസ്യം അല്ലെങ്കിൽ സീക്രട്ട്. ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ള PCD എന്ന് പറയും, പീപ്പിൾ കോൾ മീ ജൂഡ്. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ നൽകുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിൽ പറയുന്നത് കേട്ടിട്ട് ഞാൻ വാങ്ങിയൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് വേർഷനേക്കാട്ടിലും മലയാളം വേർഷൻ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഈ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലും മിസ്സാകരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല അത് എത്രത്തോളം കടുകട്ടി ഉള്ളതാണ് എന്നുള്ളത്. എന്തായാലും ഈ പുസ്തകം അതൊരു മുതൽക്കൂട്ടാണ് എന്ന് തന്നെ പറയാം. ഇത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വായിക്കുക എന്നല്ല, വാങ്ങിച്ച ഒരു കോപ്പി നിങ്ങളുടെ കൂടെ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് പറയുക. കാരണം നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ഉടഞ്ഞു പോയി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത് തുറന്ന് ഏതെങ്കിലും ഒരു പേജ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മൾ സാധാരണ കുറേ മോട്ടിവേഷണൽ ബുക്സൊക്കെ വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നും, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷേ ഇതങ്ങനെയല്ല.
ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന രീതി തന്നെ മാറ്റി മറിക്കാൻ കഴിവുള്ള ഒരു പുസ്തകമാണെന്ന് പറയാം. കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പുസ്തകത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് മാറ്റി ചിന്തിക്കാൻ തോന്നിപ്പിക്കും. അത്തരത്തിലുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഇതും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം പരന്ന വായനയുള്ള ഒരാളല്ല. പക്ഷേ എവിടേക്കോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നാണ് വായന എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇക്കാലത്ത് സ്ക്രീനുകളുടെ ഒരു അതിപ്രസരമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ജീവിതമേ ജീവിക്കുന്നുള്ളൂ. പക്ഷെ ഒരുപാട് വായിക്കുന്ന ഒരാൾ ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോവാണ്. ആ പുസ്തകത്തിലൂടെ നമ്മൾ മറ്റൊരു ജീവിതവും കൂടി ജീവിക്കുകയാണ്. അതൊരു അറിവ് എന്നുള്ളതിനേക്കാട്ടിലും ഉപരി ഒരു അനുഭവമാണ് വായന നൽകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവുകയാണ് വായന തുടങ്ങാൻ. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആണ്, റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന സമയമാണ്. അപ്പോൾ വായന തുടങ്ങാനോ അല്ലെങ്കിൽ എന്ത് വായിക്കണം എന്നറിയാത്ത സന്ദർഭത്തിൽ ഇതിലേതെങ്കിലും ഒരു ബുക്ക് ചൂസ് ചെയ്യാനോ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. അപ്പോൾ അതെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അത്രയൊക്കെ ഉള്ളൂ. ബൈ.